സൂപ്പർ ലീഗ് കേരള മലബാർ ഡെർബിയിൽ മലപ്പുറം വേഴ്സസ് കാലിക്കറ്റ് FC മത്സരം തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടല്ല, മഞ്ചേരിയിലാണ്, പയ്യനാട്ടാണ്. അവിടെയാണ് കോഴിക്കോട്ടിന്റെ കൊടി ഇങ്ങനെ പാറുന്നത്. കോഴിക്കോട്ടിന്റെ ആരാധകർ ബസ് വിളിച്ചിങ്ങ് പോകുന്നതാണ് കേട്ടോ. ഗാലറിയിൽ ഇളക്കി മറിക്കാൻ വേണ്ടി പോന്നിരിക്കുകയാണ്. എന്താണ് ഇത്തവണ ഒരു പ്രതീക്ഷ? എന്താണ് ഒരു പ്രതീക്ഷ? ജയിക്കും. എന്താ ഇത്ര കോൺഫിഡൻസ്? ജയിച്ചിരിക്കും. ഒന്നും പറയാല്ലേ, ജയിച്ചേ. ഓക്കെ, എന്താ സ്ഥിതി ഇത്തവണ? മലപ്പുറംകാര് വളരെ ആത്മവിശ്വാസത്തിലാണ് അവര്. ജയിച്ചിരിക്കും. ഓക്കെ, നേരത്തെ പോന്നല്ലോ. പ്രാവശ്യം 2-0 നമ്മൾ ജയിക്കും. എങ്ങനെ? 2-0 ജയിക്കും. സ്കോറും പ്രവചിച്ചാ? 2-0. ആരാ ഗോൾ അടിക്കുന്നത്? ഗോള് നമുക്ക് അടിക്കാനുള്ള അശ്വക് അടിക്കും. അശ്വക് അടിക്കും. പിന്നെ നമ്മളെ പ്രശാന്തും അടിക്കും. ഫുൾ കോൺഫിഡൻസ് ആണ്. പേര് ഇർഫാൻ പറയാണ് 2 ഗോളിന് ജയിക്കും. 2-0 ആണോ? 2-0 ജയിക്കും. ഭഗവാനെ, ഇതൊക്കെ വൈറലാവട്ടെ. അത് കളിയാകാൻ കഴിഞ്ഞാൽ നമ്മളെ റൈവൽസിനെ നമ്മൾ 2 പ്രാവശ്യം പൊട്ടിച്ചാണ്. നമ്മളെ ചെണ്ടല്ല പോലെ മലപ്പുറം എന്ന് പറയുന്നത് നമ്മളെ ചെണ്ടാണ്. അപ്പൊ 2 പ്രാവശ്യം നമ്മളെ പോലെ ഇവിടുന്ന് നമ്മൾ 3-0 കഴിഞ്ഞ പ്രാവശ്യം തോൽപ്പിച്ചാണ്. പ്രാവശ്യം നമ്മൾ 2-0 തോൽപ്പിച്ചു. സിമ്പിളാണ് നമുക്ക്. അതെ, സിമ്പിളാണ്. ഓക്കെ, എന്താണ് മലപ്പുറം നല്ല സ്ട്രോങ് ടീമാണ്. കഴിഞ്ഞ തവണ നമുക്കുണ്ടായിരുന്ന ഗനി, ഹക്കു, ജോൺ കെന്നഡി ഒക്കെ ഇപ്പുറത്താണ്. അതെന്തേലും പ്രശ്നമുണ്ടോ നമുക്ക്? അറിയില്ലേ? കൂട്ടിയൊക്കെ പിടിച്ച് വളരെ ഫുള്ള് ത്രില്ലിലാണ് വന്നിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നല്ലൊരു മിസ്സിംഗ് ആണ്. കെന്നഡി പോയൊരു നഷ്ടമാണ്. എന്നാലും എന്താണ് ഒരു പ്രഡിക്ഷൻ? നമ്മൾ 1-0 ജയിക്കും എന്നാണ് പ്രതീക്ഷ. ഇർഫാൻ 2-0 പറയണേ. നോക്കാം, ടൈം ഉണ്ടല്ലോ. ഹക്കും ഗനിയൊക്കെ അപ്പുറത്തായതിൽ സങ്കടം ഉണ്ടോ? ഉണ്ട്. ഗനി പോയതുണ്ട്, ഹക്കു പോയിട്ടുണ്ട്, പിന്നെ കെന്നഡി. നമ്മുടെ മെയിൻ പ്ലേയേഴ്സ് ആയിരുന്നു അങ്ങോട്ട് പോയത്. പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നല്ല അതിനേക്കാൾ മികച്ചൊരു ടീമിനെയാണ് ഈ പ്രാവശ്യം സെറ്റാക്കിയത് മാനേജ്മെന്റ്. ആളുകള്, ഒരുപാട് ആളുകൾ ഇതേ ഇവിടെ കൊടി ഇതൊക്കെ. എപ്പോ പോകുന്നു കോഴിക്കോടിന്? 3:45 പോകുന്നു. ഞായറാഴ്ചയാണ്, അത് നോക്കിയില്ല. ചോറും കഴിച്ച് നേരെ കണ്ടറിങ്ങി അല്ലേ? ഇനിയിപ്പോ കളി ജയിച്ചിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. ഫുൾ ജയിക്കുക. എന്താ ഒരു ഫുൾ കോൺഫിഡൻസിലാണല്ലോ. ആരോ പറഞ്ഞല്ലോ ഇവിടെ കോഴിക്കോട് അലുവയുടെ കാര്യം ആരോ പറഞ്ഞല്ലോ. ഇർഫാൻ എവിടെ? ഇർഫാൻ ആണോ? പറ. എന്താണ് അലുവേന്റെ ടേസ്റ്റ് പോലെ മധുരമായിരിക്കും ഇന്നത്തെ ദിവസം? അതെ, കഴിഞ്ഞ വർഷം നമ്മൾ എവിടെ നിർത്തുക അവിടുന്ന് നമ്മൾ തുടങ്ങും. ഇവിടുന്ന് പോലെ നാണം കെടുത്തു, ഞങ്ങളെ നാട്ടിൽ നിന്ന് നാണം കെടുത്തു. അത്രേ ഉള്ളൂ. ഫുൾ കോൺഫിഡൻസ് ആണ്. ഫുൾ കോൺഫിഡൻസ്. ഞങ്ങളുടെ ടീമിനെ പറ്റി ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ഞങ്ങൾ ഉറപ്പായിട്ടും ഇവിടുന്ന് 3 പോയിന്റും കൊണ്ട് ഞങ്ങൾ പോകത്തുള്ളൂ. അതത്രേ ഉള്ളൂ. മഴയൊന്നും വന്നാലും നമുക്കൊരു പ്രശ്നമല്ല. മഴയൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. പിന്നെ അതാ ഈ ഇത്രയും ഫാൻസ് ഒന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. ഇവിടുന്ന് ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ EMS ഞങ്ങൾ ജയിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ എങ്ങനെ നിർത്തിയോ അതുപോലെ തന്നെ ഈ വർഷം ഉണ്ടാവും. അപ്പം കഴിഞ്ഞ തവണത്തിലുള്ള കടം വീട്ടണം എന്നാണ് അവർ പറയുന്നത്. അത് ഒന്നുകൂടെ കൂടുതലുള്ളൂ കട ഇനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സീസൺ കൂടുന്നതിനനുസരിച്ച്. അല്ലാണ്ട് അവരെ പൂജ ഒന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. അപ്പൊ കാലിക്കറ്റിന്റെ ആരാധകർ വലിയ ത്രില്ലിലാണ് കേട്ടോ. അവര് നേരത്തെ വന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ മറ്റ് ടീമുകളുടെ ആരാധകരെ നമ്മൾ കണ്ടതുപോലെയല്ല. കുറെ കൂടി വളരെ ഒരു ഒത്തൊരുമയോട് കൂടി കാലിക്കറ്റിന്റെ ബ്രിഗേഡ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി വിളിച്ചെത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിലാണ്. മത്സരം തുടങ്ങുന്നതിന് മുൻപേ ഗാലറി നിറയുന്ന ഒരു കാഴ്ചയാണ്. വലിയ ആവേശം ഗാലറിയിൽ കാണുന്നുണ്ട്. കാലിക്കറ്റ് തുടർച്ചയായ, അതായത് കഴിഞ്ഞ സീസണിൽ 2 തവണയും മലപ്പുറത്തിനെ തോൽപ്പിച്ച ടീമാണ്. ഇക്കുറി കൂടി തോൽപ്പിച്ച് അത് 3ാം തവണയിലേക്ക് കടം വീട്ടാനാകില്ല, കടം കൂട്ടും ഞങ്ങൾ എന്ന് പറയുകയാണ് കാലിക്കറ്റിന്റെ ആരാധകരുള്ളത്. മത്സരം തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. അനുരൂപിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.